ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് പഴയ ടയർ വെച്ചുകൊണ്ടുള്ള ഒരു ഫിഷ് ടാങ്കാണ്. ഗപ്പിനെയൊക്കെ വളർത്താൻ പറ്റിയ, നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ വെക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു ചെറിയൊരു ഫിഷ് ടാങ്കാണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണ്, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെടുകയാണ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെല്ലാവരും ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കാനായിട്ട് സബ്സ്ക്രൈബ് ബട്ടനോട് തൊട്ട് വരുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയും ചെയ്യും, നിങ്ങൾക്ക് കാണാനും സാധിക്കും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ചോദ്യങ്ങളൊക്കെ തീർച്ചയായിട്ടും താഴെ നിന്ന് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഇതുവരെ ഇൻസ്റ്റാഗ്രാമിൽ ആക്റ്റീവ് അല്ലായിരുന്നു. ഇനി മുതൽ ഇൻസ്റ്റാഗ്രാമിലും കൂടി നമ്മൾ ആക്റ്റീവായിട്ടുണ്ടാവും. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് നമ്മൾ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒന്ന് പറയാം, ഞാൻ മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ആ ഒരു വീഡിയോയിലോട്ടും പോയാലോ. നമ്മൾ ഫിഷ് ടാങ്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് മെയിനായിട്ട് വേണ്ട സംഭവം ടയറാണ്. നമ്മൾ നല്ല വീതിയുള്ള ടയറാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ പൊളി മാർക്കറ്റിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്കിതിന് 60 രൂപയാണ് ഈ ഒരു ടയറിന് നമ്മൾക്ക് ചിലവ് വന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ വശം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യുന്നത് നമ്മൾ കത്തി വെച്ചുകൊണ്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് യാതൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇത് വെച്ച് കത്തി അടിച്ച് കയറ്റാൻ നോക്കി. അതൊക്കെ എന്നിട്ട് നമ്മൾ ഇതേപോലെ കത്തി വെച്ചുകൊണ്ട് ഇതേപോലെ അടിച്ച് വെച്ച് ഒക്കെ നോക്കി, എന്നിട്ടൊന്നും അത് കട്ടാവുന്നില്ല. പിന്നെ നമ്മൾ ഇത് വെച്ചാണ്ട് ഇതേപോലെ ഇവിടെ കട്ട് ചെയ്യാൻ നോക്കി. ഇത് ശുദ്ധ മണ്ടത്തരാണ്. കാരണം അവിടെ ഒരു നല്ല കട്ടിയുള്ളൊരു കമ്പി ഉണ്ടാവും. അതുകൊണ്ട് അവിടെ എന്തായാലും മുറിയില്ല, വേറെ എന്ത് നോക്കിയാലും. അപ്പോൾ അവിടെ നല്ല കട്ടിയുള്ള സംഭവമുണ്ട്, അതുകൊണ്ട് അവിടെ മുറിയില്ല. അപ്പോൾ അടുത്ത പരിപാടി നോക്കാം. അപ്പോൾ നമ്മൾ ഇനി ഇതേപോലെ കത്തി ഇവിടെ വെച്ചാണ് നമ്മൾ കല്ല് വെച്ചൊന്ന് അടിച്ച് നോക്കി, അതൊന്നും നടന്നില്ല. പിന്നെ നമ്മൾ ഇതേപോലെ ഒരു പൊളി വിട്ടിട്ടുണ്ട്. കുറേ നേരത്തെ ബുദ്ധിമുട്ടിയിട്ട് നമ്മൾ ഇതേപോലെ പൊളി വിട്ടിട്ട് ഇതെങ്ങനെ ഇട്ടെന്ന് ചോദിച്ചാൽ, ഇതേപോലെ കത്തി നമ്മൾ നന്നായിട്ട് അമർത്തി പിടിച്ചതിന് ശേഷം കത്തി കൊണ്ട് ഇതേപോലെ ഇങ്ങനെ വരഞ്ഞു കൊടുത്താൽ ഇതേപോലെ പൊളിവായിട്ട് വരും. ഇപ്പോൾ നിങ്ങൾ കണ്ടോ, നമ്മളൊരു സൈഡിൽ നന്നായിട്ട് അമർത്തി പിടിക്കുക ഈ ഒരു ഉൾവശം. എന്നിട്ട് ഇതേപോലെ കത്തി വെച്ചൊന്ന് വരഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ പൊളിവായിട്ട് വരും. എന്നിട്ട് ആ ഒരു പൊളിവിലോട്ട് നമ്മൾ കത്തി ഇതേപോലെ കയറ്റി കൊടുക്കുക. ഇത് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടിട്ടാണ് ഈ ഒരു പൊളിവ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഇതേപോലെ കത്തി കയറ്റി കൊടുക്കുക. ഇനി നമ്മൾ ഇതേപോലെ ഇങ്ങനെ മേലോട്ടും താഴോട്ടും ആക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് കഴിയും. ഇതേപോലെ ഒരു ഹോൾ കിട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പിന്നെ പെട്ടെന്നുണ്ട് കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതേപോലെ ഹോൾ ഇടാൻ ഒരു സൈഡ് അമർത്തി പിടിക്കുക, എന്നിട്ട് ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുത്താൽ പെട്ടെന്ന് തന്നെ കട്ടായി കിട്ടും. അപ്പോൾ നമ്മളിത് ഇത് മുഴുവനായിട്ടും ഈ റൗണ്ടിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അതാണ് ഇനി അടുത്ത പരിപാടി. നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ ഇതേപോലെ കറക്റ്റായിട്ട് റൗണ്ടിലാണ് കട്ട് ചെയ്യുന്നത്. ഇതുമ്പോൾ ഡിസൈനൊന്നും ഇടുന്നില്ല. താമരയുടെ ഡിസൈനൊക്കെ വേണമെങ്കിൽ ഇടാം. അപ്പോൾ നമ്മളതൊന്നും ചെയ്യുന്നില്ല, നമ്മൾ നേരെ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ കത്തി വെച്ച് മേലോട്ടും താഴോട്ടും ആക്കി കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഓരോ വീഡിയോസും ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ഇടുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇനിയും വീഡിയോസൊക്കെ ഒരുപാട് ഇടാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ എന്തെങ്കിലും ചോദിക്കാനോ പറയാനൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കയറി വന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരും. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ അവിടെ വന്ന് എന്തെങ്കിലുമൊക്കെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ നമ്മൾ ഇത് മുഴുവനായിട്ട് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ ഇങ്ങനെ അമർത്തി ഒരു സൈഡ് അമർത്തി പിടിച്ചതിന് ശേഷം നമ്മൾ ഇതേപോലെ ഇങ്ങനെ കത്തി വെച്ച് വരഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പൊളിഞ്ഞ് കിട്ടും. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന സ്പീഡ് ഇത് റിയൽ ടൈമാണ്. നമ്മൾ സ്പീഡ് കൂട്ടിയിട്ടൊന്നുമില്ല. സ്പീഡ് കൂട്ടിയിട്ട് നമ്മളിത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുന്നത് കാണിച്ചതിന് ശേഷം പിന്നെ നമ്മൾ സ്പീഡ് കൂട്ടിയാണ്ട് പെട്ടെന്ന് അങ്ങ് കട്ട് ചെയ്യുന്ന രൂപത്തിലായിരിക്കും നമ്മൾ കാണിച്ചു തരാം. ആദ്യം നമ്മൾ ഇതേപോലെ കത്തി വെച്ച് നന്നായിട്ടൊന്ന് പൊളിച്ച് കൊടുക്കണം. പൊളിച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് കത്തി കയറുന്ന രൂപത്തിലായിട്ട് നമ്മൾ മേലോട്ടും താഴോട്ടും ആക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് കിട്ടും. ഇതേപോലെ ഇപ്പോൾ നമ്മൾ ഹോളായി. ഇനി ഇത് പെട്ടെന്ന് ഇതേപോലെ ഇങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ കട്ട് ചെയ്യുമ്പോൾ സിമ്പിളായിട്ട് കട്ട് ചെയ്യാനായിട്ട് കുറച്ച് എന്തെങ്കിലും ഒരു ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ കത്തി അതിൽ സ്മൂത്തായിട്ട് റണ്ണിങ് ആവും. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ഓയിൽ കൊടുത്തപ്പോൾ നല്ല ഫാസ്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ ആ ഒരു റബ്ബറിൽ കത്തി ഇരുമ്പ് ആയതുകൊണ്ട് തന്നെ അതിലിങ്ങനെ നന്നായിട്ടൊരു ബലത്തിൽ ഇങ്ങനെ ഒട്ടി പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ഓയിൽ കൊടുത്തപ്പോൾ നല്ല സ്മൂത്തായിട്ട് കത്തി അതിലിങ്ങനെ റണ്ണാകുമ്പോൾ പെട്ടെന്ന് കട്ട് ചെയ്യാൻ സാധിക്കും. ഇനി നമ്മൾ ഇതിൻ്റെ റിയൽ സ്പീഡ് നമ്മൾ കാണിച്ചു തരാം. ഈ ഒരു ഓയിൽ ഒഴിച്ചതിന് ശേഷം അപ്പോൾ നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്യുന്നതിൻ്റെ റിയൽ സ്പീഡ് കാണിച്ചു തരാം. ഇത്രയും കട്ട് ചെയ്യാനുണ്ട് നമുക്ക്. ഇതാണ്ട് നമ്മളിതാ ഈ ഒരു ഓയിൽ ഒഴിച്ചുകൊണ്ട് തന്നെ നല്ല സ്മൂത്തായിട്ട് ആ ഒരു കത്തി അതിൽ റണ്ണാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇതേപോലെ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് ഓയിൽ ഉപയോഗിച്ച് കൊടുക്കുക, കത്തി ഒന്ന് പെട്ടെന്ന് സ്പീഡിൽ റണ്ണാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഇതിൻ്റെ ഈ ഒരു മുകൾ വശം നമ്മൾ കട്ട് ചെയ്തെടുത്തു.
ഇനി അടുത്തായിട്ട് നമുക്ക് ബാക്കി പരിപാടി നോക്കാം. നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ടയർ. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിൽ കുറച്ച് ഹോൾസ് ഇട്ടെടുക്കണം കമ്പി കെട്ടാനായിട്ട്. അപ്പോൾ നമ്മൾ കമ്പി സാധാരണ നമ്മുടെ വാർക്കപ്പണിക്കൊന്നും ഉപയോഗിക്കുന്ന കമ്പിയല്ല, ചെറിയ കുറച്ച് നല്ലൊരു ബലമുള്ള നൂൽക്കമ്പിയാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. അത് കെട്ടാനായിട്ട് നമ്മൾ ഇതിൻ്റെ ഈ ഒരു ഭാഗങ്ങളായിട്ട് നമുക്ക് ഹോൾസ് ഇട്ട് കൊടുക്കണം. നമ്മളിവിടെ 2 ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്, ഇതിൽ ഹോൾസ് ഇടാൻ പറ്റുമെന്ന്. നമ്മളിത് റൗണ്ടായിട്ട് ഇനി ഹോൾസ് ഇട്ട് കൊടുക്കണം. നമ്മൾ ഡ്രില്ലർ വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ കോൺക്രീറ്റ് ആണി വെച്ചുകൊണ്ടും ചെയ്യാം. കോൺക്രീറ്റ് ആണിയേ പറ്റുള്ളൂ, അത് നല്ല കൂർപ്പുണ്ടാവുള്ളൂ. പിന്നെ നമ്മളിത് ഈ ഒരു തെല്ലത്തായിട്ട് ഏറ്റവും സൈഡിലായിട്ട് നമ്മൾ ഹോൾ ഇട്ട് കൊടുത്തപ്പോൾ ഇത് ഹോളാവുന്നില്ല. കാരണം അവിടെ ഒരു നല്ല തിക്നെസ്സിലുള്ള ഒരു കമ്പി ഇടുന്നതുകൊണ്ട്, അതുകൊണ്ടാണ് അവിടെ ഹോൾ ഇടാൻ പറ്റിയില്ല. അതിന് നേരെ അകത്തായപ്പോൾ കുറച്ചൊരകത്തായിട്ട് കയറ്റിയിട്ട് വേണം ഹോൾസ് ഇടാനായിട്ട്, അല്ലെങ്കിൽ ഹോൾസ് ഇടാൻ കഴിയില്ല. നമ്മളിതാ ഇനി മുഴുവൻ ഹോൾസും പെട്ടെന്ന് തന്നെ ഇട്ടെടുക്കാം. ഹോൾസ് ഡ്രില്ലറിലാത്തവർക്ക് ആണി വെച്ചാണ്ട് ഇടാം കേട്ടോ. കോൺക്രീറ്റ് ആണി വെച്ച് ഒന്ന് അടിച്ചു കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഹോളായി കിട്ടും. ഇനി നമ്മളിത് ഇതേപോലെ നല്ല തിക്നെസ് ഇല്ല കുറച്ച് നൂൽക്കമ്പി വേണം. ഇതേപോലെ അലുമിനിയത്തിൻ്റെ കമ്പിയാണ് എടുത്തിട്ടുള്ളത്, കുറച്ച് നല്ല കട്ടിയുള്ള കമ്പി. അത് നമ്മളിത് ഈ ഒരു ഹോൾസിലൂടെ ഇതേപോലെ കോർത്ത് കൊടുക്കണം. നമ്മളതാണ് ഇതിന് കമ്പിയായിട്ട് ഉപയോഗിക്കുന്നത്. ഇതേപോലെ ഒരു ഹോളിലൂടെ ഇതേപോലെ കയറ്റി വെച്ചതിന് ശേഷം അവിടെ നിന്ന് കെട്ടി കൊടുക്കുക. എന്നിട്ട് അത് കുറച്ച് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ഒന്ന് കെട്ടി വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതേപോലെ കയറ്റി വെച്ചുകൊണ്ട് നന്നായിട്ടൊന്ന് പിരിച്ച് ടൈറ്റ് ചെയ്യാം. ഇതേപോലെ നന്നായിട്ടൊന്ന് പിരിച്ച് ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കറക്റ്റ് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് വലിച്ച് ടൈറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഈ ഒരു രൂപത്തിൽ വെച്ചതിന് ശേഷം കുറച്ചൊന്ന് കയറ്റിയിട്ട് കട്ട് ചെയ്യുക. നമ്മളിത് ഇത്രയും കയറ്റിയാണ്ട് നമ്മളൊന്ന് കട്ട് ചെയ്തു. ഇനി നമ്മളിത് ഈ ഒരു ഹോളിലൂടെ ഈ ഒരു ഹോളിലൂടെ നമ്മളിത് കയറ്റിയതിന് ശേഷം ഇവിടെ നന്നായിട്ട് വലിച്ചിട്ട് അത് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മളിത് ഇതേപോലെ കയറ്റി വെച്ചതിന് ശേഷം നന്നായിട്ട് വലിച്ച് അത് പിരിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചൊരു ബലം കിട്ടാനാണ് നമ്മുടെ ഈ ഒരു അക്വേറിയത്തിന്. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് എന്തെങ്കിലും ആവശ്യത്തിന് നമ്മുടെ ഈ ഒരു ഫിഷ് ടാങ്ക് നമുക്ക് മാറ്റേണ്ടി വന്നാൽ മാറ്റാൻ കഴിയില്ല. നമ്മൾ എടുക്കുമ്പോൾ ആ ഒരു സിമെൻറ്റ് വിട്ടുപോരും. അപ്പോൾ നമ്മളിത് ഇതേപോലെ മുഴുവനായിട്ടും കെട്ടി കൊടുക്കുക. പരമാവധി എത്രയൊക്കെ കെട്ടാൻ പറ്റുമെന്ന് വെച്ചാൽ അത്രയും കെട്ടി കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യട്ടോ. അതേപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെടുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തൊട്ട് വരുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള വീഡിയോസ് തീർച്ചയായിട്ടും താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് കഴിയുന്ന വീഡിയോസാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് ചെയ്യും. എന്നാൽ ഇനി നമ്മളിത് മുഴുവനായിട്ടും കെട്ടിയതിന് ശേഷം ലാസ്റ്റ് ഒരു കമ്പി പീസ് വെച്ചതിന് ശേഷം ഇത് മുഴുവനായിട്ടും കൂട്ടി ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുക്കുക. ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, വെറുതെ ഒന്ന് കെട്ടി കൊടുക്കുക. അപ്പോൾ ഇതേപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുത്തിട്ട് ഇനി നമ്മളൊരു ന്യൂസ് പേപ്പർ, നമ്മൾ എവിടെയാണോ ഈ ഒരു ഫിഷ് ടാങ്ക് സെറ്റ് ചെയ്യുന്നത് അവിടെ ഒരു ന്യൂസ് പേപ്പർ ഇട്ട് കൊടുക്കുക. ഈ ഒരു ന്യൂസ് പേപ്പർ എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഫിഷ് ടാങ്ക് ജസ്റ്റ് എവിടേക്കെങ്കിലും മാറ്റേണ്ട ഒരാവശ്യം വരികയാണെങ്കിൽ നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് നിലത്തുനിന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ആ ന്യൂസ് പേപ്പറിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഇതേപോലെ ന്യൂസ് പേപ്പർ വെച്ചു. ഇനി നമ്മളിത് മുഴുവനായിട്ടും സിമെൻറ്റ് ഫില്ല് ചെയ്യണം. അതിനടുത്ത് നമുക്ക് സിമെൻറ്റ് കൂട്ടിയെടുക്കാം. നമ്മൾ കുറച്ച് മണലും സിമെൻറ്റും ഒക്കെ കൂട്ടിയതിന് ശേഷം കുറച്ച് കോൺക്രീറ്റ് ഉണ്ടാക്കിയതിന് ശേഷം അതിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്ത് സെറ്റാക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ മണലിട്ടു, അതിൽ കുറച്ച് സിമെൻറ്റ് ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളത് നമ്മുടെ ഉണ്ടാക്കി വെച്ച ആ ഒരു ടയറിൻ്റെ ആ ഒരു സംഭവത്തിലോട്ട് നമ്മൾ സിമെൻറ്റ് ഇട്ട് നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ സിമെൻറ്റ് ഒന്ന് മുഴുവനായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഫിഷ് ടാങ്കിൻ്റെ വീഡിയോ. അത് നമ്മൾ ചെയ്തിരുന്നത് സിമെൻറ്റിൻ്റെ കട്ടകളും അതേപോലെ തന്നെ ഷീറ്റും വെച്ചുകൊണ്ടായിരുന്നു. അത് സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിലായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു വേറെ രൂപത്തിലായിട്ടാണ് നമ്മൾ ടയർ കൊണ്ട് ചെയ്തിട്ടുള്ളത്. ഇതേപോലെ വീഡിയോസ് നിങ്ങൾക്ക് ഏത് രൂപത്തിലാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിത് സിമെൻറ്റ് മുഴുവനായിട്ടും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചട്ടിയിലോട്ട് മാറ്റിയതിന് ശേഷം നമ്മളത് കൊണ്ടുപോയി നമ്മുടെ ആ ഒരു ഫിഷ് ടാങ്കിലോട്ട് ഇട്ട് കൊടുക്കുക. ഇതേപോലെ ഇട്ടതിന് ശേഷം നമ്മളതിൻ്റെ ആ ഒരു ഭാഗം മുഴുവനായിട്ടും ഫില്ല് ചെയ്ത് കൊടുക്കണം. നമ്മൾ ആ ഒരു ടയറിൻ്റെ ആ ഒരു കമ്പിയുടെ അടിഭാഗത്തായിട്ട് ഈ ഒരു ജസ്റ്റ് ഒരു അടിഭാഗത്തായിട്ടൊരു സ്ഥലമുള്ള അവിടേക്ക് നന്നായിട്ടൊന്ന് സിമെൻറ്റ് കയറ്റി കൊടുക്കണം. അല്ലെങ്കിൽ ആ ഒരു കമ്പി ഇടാനായിട്ടുള്ള ഹോളിലൂടെ വെള്ളം ചോർന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് സിമെൻറ്റ് നന്നായിട്ട് കയറ്റി കൊടുക്കുക. സിമെൻറ്റ് ഇതേപോലെ നന്നായിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് കുത്തി ഇറക്കി കൊടുക്കുക. അല്ലെങ്കിൽ എന്താ ഉണ്ടാകുമെന്ന് വെച്ചാൽ നമ്മൾ ഹോൾസ് ഇട്ട് കൊടുത്ത് ഇവിടെ വെള്ളം ചോർന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതേപോലെ നന്നായിട്ട് സിമെൻറ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് പകരം നമുക്കിതിൻ്റെ അടിഭാഗത്തായിട്ട്
ടെമ്പർ ഗ്ലാസ്സൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കും. ടെമ്പർ ഗ്ലാസും അതേപോലെ തന്നെ സിലിക്കൺ വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സിമെൻറ്റിൻ്റെ ആവശ്യം വരുന്നില്ല. ഈ ഒരു അടിഭാഗത്ത് ഗ്ലാസ് വെച്ചാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാർഡ്ബോർഡ് നല്ല ടൈറ്റായിട്ട് വാട്ടർ പ്രൂഫ് ആയില്ല എന്തെങ്കിലും സംഭവം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയും നമ്മുടെ അക്വേറിയം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇതേപോലെ നന്നായിട്ട് സിമെൻറ്റ് ഫില്ല് ചെയ്തതിന് ശേഷം നമ്മളിത് ഒന്ന് മുകൾ വശമൊക്കെ നന്നായിട്ടൊന്ന് ക്ലിയർ ചെയ്ത് നല്ലൊരു ലെവലാക്കിയെടുക്കാം. സിമെൻറ്റ് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ വെള്ളം ചോർന്ന് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് സിമെൻറ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സിമെൻറ്റിൻ്റെ ഫില്ലിങ്ങൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിത് ഒരു ദിവസം നമ്മളിത് റെസ്റ്റിന് വെക്കണം. ഈ സിമെൻറ്റ് ഒന്ന് സെറ്റ് ആവാനുള്ള ടൈം കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇനി ഒരു ദിവസം റെസ്റ്റിന് വെക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇനി അടുത്ത പരിപാടി നോക്കുന്നത്. അപ്പോൾ ഒരു ദിവസം അപ്പോൾ നമ്മളിതാ ഒരു ദിവസം കഴിഞ്ഞ് സെറ്റായിട്ടുണ്ട്. നമ്മൾ ഒരു പ്രാവശ്യം ഇതൊന്ന് നനച്ചു കൊടുത്തായിരുന്നു. ഇനി നമ്മളിത് അക്വേറിയത്തിൽ വെള്ളം നിറക്കുമ്പോൾ അങ്ങനെ നനഞ്ഞോളും. അപ്പോൾ നമ്മളിത് ഇനി അടുത്തായിട്ട് ചെയ്യുന്നത് പെയിൻറ്റ് അടിച്ചെടുക്കണം. നമ്മളൊരു സ്കൈ ബ്ലൂ പെയിൻറ്റാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതാ ഈ ഒരു കളർ. ഇതാകുമ്പോൾ ഈ അക്വേറിയത്തിനും ഫിഷ് ടാങ്കിനൊക്കെ ഇതേപോലുള്ള കളേഴ്സ് ആയിരിക്കും ഒരു മാച്ച് ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഇതേപോലെ സ്കൈ ബ്ലൂ എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ മുഴുവനായിട്ടൊന്ന് അടിച്ചു കൊടുക്കുന്നത്. ആദ്യം നമ്മൾ ഈ ഒരു ടയറിലാണ് അടിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ സിമെൻറ്റിൽ അടിച്ചു കൊടുക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ പെയിൻറ്റ് കുറച്ച് കുറവാണ്. നമ്മൾ ആദ്യം ടയറിൽ അടിച്ചതിന് ശേഷം ബാക്കി ഉണ്ടെങ്കിൽ അതിൻ്റെ സെൻറ്ററിൽ അടിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സെൻറ്ററിൽ വേറെ ഏതെങ്കിലും കളർ നമ്മുടെ കയ്യിൽ വേറെ കളറുണ്ട് അത് അടിക്കുക കാര്യം. അപ്പോൾ നമ്മൾ പെയിൻറ്റ് ബാക്കി ഉണ്ടെങ്കിൽ നമ്മൾ സെൻറ്ററിലും കൂടി അടിക്കും. നമ്മൾ ഇതേപോലെ മുഴുവനായിട്ടും പെയിൻറ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക. സ്കൈ ബ്ലൂ അല്ലെങ്കിൽ വൈറ്റൊക്കെ ആയിരിക്കും ഫിഷ് ടാങ്കിനൊക്കെ ഒരു മാച്ച് ആവുന്ന കളർ. അപ്പോൾ നമ്മൾ ഒരു കോട്ടേ പെയിൻറ്റ് അടിക്കുന്നുള്ളൂ. വേണമെങ്കിൽ 2 കോട്ട അടിക്കാം. ഈ ഒരു സിമെൻറ്റിൽ നമ്മൾ ബാക്കി പെയിൻ്റ് ഉണ്ട്, അതുകൊണ്ട് സിമെൻറ്റിൽ നമ്മൾ പെയിൻറ്റ് അടിക്കുന്നുണ്ട്. സിമെൻറ്റിൽ പെയിൻറ്റ് അടിക്കുമ്പോൾ 2 കോട്ട എന്തായാലും അടിക്കണം, എന്നാലേ ഒരു കളർ കിട്ടുള്ളൂ. അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ സിമെൻറ്റിൽ പെയിൻറ്റ് അടിക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് തന്നെ സിമെൻറ്റിൽ വലിച്ചെടുക്കും. അതുകൊണ്ട് തന്നെ 2 കോട്ട എന്തായാലും അടിക്കേണ്ടി വരും. നമ്മളിതാ ഈ ഒരു കളർ കിട്ടുകയാണെങ്കിൽ ഇതേപോലെ അടിക്കണം. അപ്പോൾ നമ്മൾ പെയിൻ്റ് അടിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിലും കൂടി ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. പുറം ഭാഗം നമ്മൾ പെയിൻറ്റ് അടിക്കുന്നില്ല. പുറം ഭാഗം അതേപോലെ തന്നെ ആ ഒരു ബ്ലാക്ക് ആയിട്ടാണ് ഒരു ഭംഗി. മുഴുവനായിട്ട് ബ്ലൂ അടിച്ചു കഴിഞ്ഞാൽ അതൊരു ബോറാവും. അതുകൊണ്ട് തന്നെ നമ്മളിതാ ഇത്രയും പെയിൻറ്റ് അടിച്ചുകൊണ്ട് നമ്മൾ നിർത്തുകയാണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് ബ്ലാക്ക് അടിക്കാം. ഇപ്പോൾ നമ്മളൊന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ പെയിൻ്റ് അടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് ഉണങ്ങിയിട്ടുണ്ട് ഒരു ദിവസം കഴിഞ്ഞിട്ട്. നമ്മൾ അടിച്ചു കൊടുത്ത പെയിൻറ്റൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കണം. വെള്ളം ഒഴിച്ച് ഉടനെ നമ്മൾ മീനെ ഇടുന്നില്ല. ആ സിമെൻറ്റിൻ്റേതായിട്ടുള്ള കെമിക്കൽസും അതേപോലെ തന്നെ പെയിൻറ്റിൻ്റേതായിട്ടുള്ള കെമിക്കൽസൊക്കെ ഉണ്ടെങ്കിൽ മീന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്ന് മീൻ ചത്തുപോകും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതേപോലെ വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് കഴുകിയതിന് ശേഷം ഒരു ദിവസം ഇതിൽ വെള്ളം ഇതേപോലെ വെക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു വെള്ളം കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ പുതിയ വെള്ളം ഒഴിച്ചിട്ട് മീനൊക്കെ ഇടുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വെള്ളം നന്നായിട്ടൊന്ന് ഈ ഒരു അക്വേറിയം കഴുകി കൊടുക്കുക. ഇനി നമ്മൾ ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഒരു ബ്ലാക്ക് ഡോട്ടൊക്കെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതേപോലെ ഗമ്മ് വെച്ചുകൊണ്ട് നമ്മൾ ആ ഒരു ഹോൾസ് ഇട്ട് ഭാഗത്തൊക്കെ നമ്മൾ ഇതേപോലെ ഒന്ന് ഒരു പോയിൻ്റ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗമ്മ് വെച്ചുകൊണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ അഥവാ ചോർച്ച ഇല്ലാതിരിക്കാനാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമ്മുടെ അക്വേറിയത്തിൽ. ആ ഒരു ദിവസം കഴിഞ്ഞ് ആ വെള്ളം കളഞ്ഞു. ഇനി നമ്മൾ രണ്ടാമത്തെ ദിവസമാണിത്. വെള്ളം ഒഴിച്ചു. ഇനി നമ്മളിത് ഇതിലോട്ട് മീനിട്ട് കൊടുക്കാം. ഇപ്പോൾ വെള്ളം നല്ല വൃത്തിയുള്ള വെള്ളമായിരിക്കും, അതായത് കെമിക്കൽസ് ഒന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കും. അപ്പോൾ നമ്മളിതാ ഈ ഒരു വെള്ളത്തിലോട്ട് നമ്മളിതാ പായലൊക്കെ ഇട്ട് കൊടുത്തു. ഇനി നമ്മളിതാ ഇതിലോട്ട് മീനേയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ അക്വേറിയത്തിൻ്റെ എല്ലാ പണിയും സെറ്റായി. അപ്പോൾ നമ്മളിതാ ഇനി ഇതിലോട്ട് മീനിട്ട് കൊടുക്കാം. നമ്മളിതാ മീനിട്ട് കൊടുക്കുകയാണ്. ഗപ്പിയും സിലോപ്പിയും ഉണ്ട് ഇപ്പോൾ നമ്മുടെ ഇതിലിട്ട് കൊടുക്കുന്നത്. കുറച്ച് ഗപ്പികളും ഒരു സിലോപ്പിയും. അപ്പോൾ നമ്മളിത് വെറുതെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇനി ഇതിൽ ഗപ്പികളായിരിക്കും ഇട്ട് കൊടുക്കുക. ഗപ്പി ഇപ്പോൾ നമ്മൾ വേറെ ഡ്രമ്മിലാണ് വെച്ചിട്ടുള്ളത്. അതിൽ നിന്ന് മുഴുവനായിട്ട് നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ടയർ കൊണ്ടുള്ള ഒരു അക്വേറിയത്തിൽ ഫിഷ് ടാങ്കിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതേപോലുള്ള വീഡിയോസൊക്കെ ലഭിക്കാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തും കൂടി വെക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ തീർച്ചയായിട്ടും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യും കൂടി ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണുന്നവരെ ഗുഡ് ബൈ.